എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ മനസ്സ് ഗുരുവിന്റെ പാദപത്മങ്ങളിൽ അർപ്പിച്ചില്ലെങ്കിൽ തഥയ്ക്കും 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 എന്ന് പറയണം. ഈ നാട്ടിലെ ഈഴവരും SC/ST വിഭാഗത്തിൽ പെടുന്നവരും അതിൽ ജനറൽ വിഭാഗത്തിൽ പെടുന്നവരും ഈ ജാതിയുടെ പേരിൽ കിടന്ന് എന്നും തമ്മിൽ തല്ലുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. ഏതെങ്കിലും ഒരു RSSകാരൻ 24 മണിക്കൂറും ജാതി 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 എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതിവിടെ ഏറ്റവും കൂടുതൽ പറയണ ആര്? ജാതി എന്നുള്ള കൺസെപ്റ്റിനെ തന്നെ ഇവിടെ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിക്കാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലേ ഈ ജാതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് തന്നെ. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഭാരത് ലൈവിൽ ഇന്ന് കൂടെയുള്ളത് യുവമോർച്ചയുടെ നേതാവും അതുപോലെ തന്നെ യുവ പ്രഭാഷകയുമായിട്ടുള്ള അധീന ഭാരതിയാണ്. സ്വാഗതം. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ചയിലുള്ളൊരു വിഷയമാണ് പാദപൂജ. RSSന്റെ നേതൃത്വത്തിലുള്ള പല സ്കൂളുകളിലും പാദപൂജ ചെയ്യിപ്പിക്കുന്നു, കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിച്ചു. ഇതെന്തൊരു മോശം പരിപാടിയാണെന്ന തരത്തിലാണ് പല സ്ഥലങ്ങളിൽ നിന്നും പ്രതികരണങ്ങൾ വരുന്നത്. ഒരു തരത്തിലും കുട്ടികളെ കൊണ്ട് പാദപൂജ ചെയ്യിപ്പിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയും പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അധീനയുടെ ഒരു അഭിപ്രായം? നമ്മുടെ ഗുരുക്കന്മാരെ കുട്ടികളുടെ അനുവാദത്തോടുകൂടി, കുട്ടികളുടെ പാരൻസിൻ്റെ അനുവാദത്തോടു കൂടി നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ ആദരിക്കുന്നതിന് എന്താണ് കുഴപ്പം? എന്താണ്? ആർക്കാണ് ഇതിൽ പ്രശ്നം? ആർക്കാണ്? RSSന്റെ സ്കൂളിൽ, RSS പഠിപ്പിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു വിദ്യാലയത്തിൽ രാഷ്ട്രീയ മതഭേദമന്യേ പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കോ അവരുടെ പാരൻസിനോ ഇല്ലാത്ത പ്രശ്നം ആർക്കാണ്? പാദപൂജ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്ര വലിയ അന്താരാഷ്ട്ര കാര്യമായിട്ട് എടുക്കണമെന്ന് ഈ നാട്ടിൽ ഇത്രയേറെ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മുടെ വിദ്യാലയ സ്കൂളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും അറ്റ് ദി പീക്ക് നമ്മൾ ഗുരുക്കന്മാരെ ഏറ്റവും നന്നായിട്ട് ബഹുമാനിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കും. നമ്മുടെ കുട്ടികൾ ഒരു കാരണവശാലും നാളെ ഒരു സ്ഥലത്ത് ചെന്നിട്ട്, ഒരു ക്ലാസ് മുറിയിൽ ചെന്നിട്ട് അവരുടെ ആ ക്ലാസ് മുറിയിൽ അവരെ പഠിപ്പിക്കാൻ വരുന്ന അധ്യാപകർക്ക് കുഴിമാടം തോണ്ടാനോ അവരെ ക്ലാസ് മുറിയിലിട്ട് പൂട്ടാനോ അവരെ ചീത്ത വിളിക്കാനോ പോവില്ല. അത് എത്ര വലിയ അഭിപ്രായ വ്യത്യാസം നമ്മുടെ ഗുരുക്കന്മാരായിട്ട് വന്നാലും അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് വിദ്യാനികേതനിൽ പഠിച്ച കുട്ടികൾ നാളെ കൊടുക്കും. പാദപൂജ ചെയ്യുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം? എന്താണ്? നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാല് നമ്മൾ തൊട്ട് തൊഴാറുണ്ട്. അവരുടെ കാല് കഴുകി നമ്മുടെ പെറ്റമ്മയുടെ, നമ്മൾ മാതൃപൂജയുടെ സമയത്ത് നമ്മൾ നമ്മുടെ വിദ്യാനികേത സ്കൂളുകളിലെ എല്ലാ കുട്ടികളുടെ അമ്മമാരെ വിളിച്ചിരുത്തിയിട്ട് അമ്മമാരുടെ കാല് കഴുകി അവരുടെ കാല് നമ്മൾ പൂജയിപ്പിക്കാറുണ്ട്. അതിലെന്താണ് കുഴപ്പം? നമ്മുടെ സ്വന്തം പെറ്റമ്മയുടെ കാല് കഴുകി കൊടുക്കുന്നതിന് എന്താ പ്രശ്നം? എന്താ? അതുപോലെ നമ്മൾ അവിടെ കൊണ്ടിരുത്തുന്നത് ഏതെങ്കിലും ആൾക്കാരല്ല. ഈ പറയുന്ന പോലെ കാലൊന്നും കഴുകിപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മൾ അവരുടെ പാദപൂജ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കുട്ടികൾ തന്നെ കൃത്യമായിട്ട് പല ചാനലുകൾക്കും ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ വിദ്യാനന്ദൻ്റെ സ്കൂളിൽ പഠിച്ച ഒരാളാണ്, എനിക്ക് കൃത്യമായിട്ട് അതറിയാം. നമ്മൾ ഗുരുവായിട്ടുള്ള ഒരാളുടെ പാദത്തിൽ നമ്മൾ കുറച്ച് പുഷ്പം കൊണ്ട് അർപ്പിക്കണു, അതേ നമ്മളവിടെ ചെയ്യുന്നുള്ളൂ. അതല്ലാതെ അതിനപ്പുറത്തേക്ക് ആരുടെയും കാല് കഴുകുക അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല. അതിനെ വളരെ മോശമായ രീതിയിൽ വളച്ചൊടിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് മിസ്യൂസ് ചെയ്യുന്നതാണ്. നിലവിലെ വിഷയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലേക്ക് എല്ലും കഷ്ണം പോലെ ഇട്ടു കൊടുക്കുന്നതാണത്. അല്ല, എനിക്കിതിൽ പലപ്പോഴും സംശയം തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹൈന്ദവീയമായ ആചാരങ്ങൾ പലതും വളരെ പിന്നോക്കമായതും അല്ലെങ്കിൽ പുരോഗമന വിരുദ്ധമായതുമാണ് എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ അധീന പറഞ്ഞതുപോലെ പാദപൂജ എന്ന് പറയുന്നത് കുറേ കുട്ടികളെ കൊണ്ട് വെള്ളം ഒഴിച്ച് അവരുടെ കാല് കഴുകിച്ച് ആ ഒരു സംഗതിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിലൊരു ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇപ്പം ചണ്ഡികായാമം യാഗം പോലത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ ആചാര്യന്മാർ കുട്ടികളുടെ കാല് കഴുകിച്ചു കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ ഹൈന്ദവീയമായ പാരമ്പര്യത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് നേരെ തിരിച്ചൊരു ബോധം, മനഃപൂർവ്വം അത്തരത്തിലൊരു പൊതുബോധം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് എന്ന് കരുതുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെയാണിത്. കാരണം ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അന്ധകാരത്തെ നീക്കുന്നത്, നമ്മൾ കൺകണ്ട ദൈവമാണ് ഗുരു. നമ്മളെ ഈശ്വരനും ഗുരുവും മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഈശ്വരനെ ആണോ ഏറ്റവും വലുത് അല്ലെങ്കിൽ ഗുരുവിനെ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഗുരുവിനെ പറയണം എന്നാ. കാരണം ഇത് ഈശ്വരനാണെന്ന് എനിക്ക് പറഞ്ഞു തന്നത് ആ ഗുരുവായിരിക്കും. അപ്പൊ ആ ഈശ്വരനേക്കാൾ കൂടുതൽ ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എൻ്റെ ഗുരുവിന് തന്നെയാണ്. ആ ഒരു സംസ്കാരമാണ് എല്ലാ വിദ്യാനികേതൻ സ്കൂളുകളിലും നമ്മൾ പകർന്നു കൊടുക്കുന്നത്. ശ്രീ ശങ്കരാചാര്യരുടെ ഒരു പ്രശസ്തമായിട്ടുള്ള ഗുരുഷ്ടത്തിൽ നിന്നുള്ള ഒരു ചെറിയ കാരികയുണ്ട്. അത് ആ കാരികയിൽ പറയണത്, നമുക്ക് എത്ര നല്ല ഒരു ലൈഫ് പാർട്ട്ണറിനെ കിട്ടിയാലും, നമുക്ക് എന്തോരം ധനം കിട്ടിയാലും, മേരുതുല്യമായിട്ടുള്ള യശസ്സിനെ കിട്ടിയാലും, എന്ത് കിട്ടിയാലും, എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ മനസ്സ് ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ അർപ്പിച്ചില്ലെങ്കിൽ തഥയ്ക്കും 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 എന്ന് പറയണം. പിന്നെ നിനക്ക് ഇതൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം എന്ന് പറയണം. അതായത് ഞാൻ വളരെ അടിവരയിട്ട് പറയാണ്, നമ്മുടെ ഗുരുക്കന്മാര് നമ്മൾ കാരണം അവരുടെ കണ്ണ് നിറയേണ്ട ഒരവസ്ഥ എന്നെങ്കിലും ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ
അതിൻ്റെ പ്രതിഫലം നമ്മൾ ലൈഫിൽ അനുഭവിച്ചിരിക്കും. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ. ഇപ്പം എൻ്റെ സ്കൂൾ, എൻ്റെ കോളേജിൽ ഞാനുമായിട്ട് രാഷ്ട്രീയപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. പക്ഷേ ആരോട് ചോദിച്ചാലും ഇന്ന വരെ അത് എന്നെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ എൻ്റെ മാർക്ക് മനഃപൂർവ്വം കുറച്ചിട്ടിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. എനിക്ക് ഒരു മിസ്സിട്ട 20ൽ 18 മാർക്ക് എന്നുള്ളത് പേപ്പർ എടുത്തിട്ട് പോയി വെട്ടിച്ചുരുക്കി അത് 12ഉം 14ഉം ആക്കി HOD എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം പക്ഷേ ഇവരോടൊന്നും ഞാൻ നേരിട്ട് ചോദിക്കാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല. കാരണം ഞാൻ പഠിച്ചു വന്ന സംസ്കാരം എന്ന് പറയുന്നത് എനിക്കുള്ളതാണെങ്കിൽ എന്നാണെങ്കിലും എൻ്റെ കയ്യിലേക്ക് വരും. എൻ്റെ ഗുരുക്കന്മാർ ഇപ്പോൾ എന്ത് ചെയ്താലും ഞാൻ അവരോടൊരു വാക്തർക്കത്തിന് ഞാൻ പോവാറില്ല പൊതുവെ. അതിപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ അങ്ങനെ പോവാറില്ല. കാരണം ഗുരുവിന് എല്ലാ കാലത്തും ഗുരുവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കും. പലരും പറഞ്ഞു പഠിപ്പിക്കും. ഈ പറയുന്ന ടീച്ചേഴ്സ് ശമ്പളം വാങ്ങിച്ചിട്ട് വരുന്നവരാണ്, അല്ലെങ്കിൽ ശമ്പളത്തിന് വേണ്ടി ജോലി എടുക്കുന്നവരാണ്. പക്ഷെ ശമ്പളം അവർ നമുക്ക് പകർന്നു നൽകുന്ന വിദ്യയ്ക്ക് പകരം വയ്ക്കാൻ എന്ത് പൈസ കൊണ്ട് പറ്റും? എത്ര രൂപ കൊടുത്താൽ അവർ നമുക്ക് പകർന്നു നൽകുന്ന ആ വിദ്യ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ടിന് ഏത് പൈസയുടെ മൂല്യം കൊണ്ടാണ് നമുക്ക് തുലനം ചെയ്യാൻ പറ്റുക? ഒന്നും കൊണ്ടും പറ്റില്ല. അതിന് പകരം വെക്കാൻ അവർക്ക് എത്ര ശമ്പളം കൊടുത്തു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് നമ്മൾ ബഹുമാനം കൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള ഗുരുദക്ഷിണയായിട്ട് നമ്മൾ അവർ ബഹുമാനം തന്നെ കൊടുക്കണം. അതുകൊണ്ടേ കാര്യമുള്ളൂ. തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ നമ്മൾ പലപ്പോഴും എന്താണ് ഈ കേരളത്തിലൊരു പുരോഗമന ബോധത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ അത് ഒരു ഫേക്ക് പുരോഗമനവാദമാണ് എന്ന് മറുഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല, ചില മതങ്ങളുടെ കാര്യത്തിൽ, ചില വ്യക്തികളുടെ കാര്യത്തിലൊക്കെ വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും കണ്ണിൽ പെട്ടിട്ട് പോലും അതിനെതിരെ ശബ്ദിക്കാത്ത ആളുകൾ ഹൈന്ദവീയമായ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോഴേക്കും അവിടെ എടുത്തു ചാടി ഇത് വലിയ അന്ധവിശ്വാസമാണ്, ഇതാണ് അന്ധവിശ്വാസത്തിൻ്റെ കേന്ദ്രം, ഇതാണ് അന്ധവിശ്വാസത്തിൻ്റെ കൂടാരം, മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങാറുണ്ട് പലപ്പോഴും. പല സമയത്തും എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോഴേക്കും മനുസ്മൃതിയും ജാതിയും ഒക്കെ എടുത്തിട്ടാണ് പലപ്പോഴും അലക്കാറുള്ളത് ഞാൻ കാണുന്നത്. പക്ഷേ ഹിന്ദുയിസത്തിൽ മാത്രമാണോ ജാതി ഉള്ളത് എന്നും യഥാർത്ഥത്തിൽ ഹിന്ദു സംസ്കാരവുമായി ബന്ധപ്പെട്ട ആ പറഞ്ഞ അപ്പം ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ ചാതുർവർണ്ണ്യ വ്യവസ്ഥ തന്നെയാണോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജാതി വ്യവസ്ഥ? ഈ ചാതുർവർണ്ണ്യം എന്ന് അടിവരയിട്ട് പലരും പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പുച്ഛാണ് തോന്നണേ. കാരണം ആ ഒരു ലൈൻ എന്താണെന്ന് കൃത്യമായിട്ട് ചിലവരിത് പഠിച്ചിട്ട് തന്നെ ഇതിനെ മനഃപൂർവ്വം വളച്ചൊടിക്കുന്നതാണ്. ഇപ്പം എൻ്റെ യൂണിവേഴ്സിറ്റി തന്നെ, ഞാൻ പേര് പറയണില്ല, ഒരു അധ്യാപകൻ, അദ്ദേഹം വാ തുറന്നാൽ അദ്ദേഹത്തിൻ്റെ വായിന്ന് വരിക ചാതുർവർണ്ണ്യം ജാതി RSS, ചാതുർവർണ്ണ്യം ജാതി RSS. ഈ സാധനമാണ് ആളുടെ വായിന്ന് തന്നെ. RSS എവിടെയാണ് ജാതീയത കാണിച്ചിട്ടുള്ളത്? RSSന്റെ ഏറ്റവും ഉയർന്ന തലം മുതൽ ഏറ്റവും താഴെ തട്ടിൽ വരെ എല്ലാ ജാതിയിലും മതത്തിലും ഉള്ളവരുണ്ട്. RSSന്റെ സംഘടനകളിൽ ചുമതല കൊടുക്കുന്നത് ഇന്ന ജാതിയിലും ഇന്ന മതത്തിലും പെട്ട ആളാണോ എന്ന് നോക്കിയിട്ടല്ല, അങ്ങനെയല്ല ഒരിക്കലും. അപ്പൊ ഈ ചാതുർവർണ്ണ്യം എന്ന് പറഞ്ഞാൽ ലൈൻ ഞാൻ കൃത്യമായിട്ട് പറയാം. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്നാണ് ആ ലൈൻ വരുന്നത്. ചാതുർവർണ്ണ്യം എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു, ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഈ വർണ്ണങ്ങൾ തിരിക്കപ്പെട്ടിട്ടുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഇദ്ദേഹം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനാണ് ജാതി ഉണ്ടാക്കിയത്, അത് കൃഷ്ണൻ കാരണമാണ് ഈ പ്രശ്നമൊക്കെ വരുന്നത്. അങ്ങനെയല്ല. അത് ഗുണവും കർമ്മവും. നമ്മുടെ ഗുണങ്ങൾ നമുക്ക് 3 തരത്തിലുള്ള ഗുണങ്ങളാണ് വരുന്നത്: രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം. ഈ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, അതായത് നമ്മുടെ ജോലിയുടെ അടിസ്ഥാനത്തിലുമാണ് ഈ പറയുന്ന കാര്യം തിരിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ പലതരം ആൾക്കാരുണ്ട്. ഇപ്പം ഒരു ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സ്വീപ്പേഴ്സ് ഉണ്ടാവും, അവിടെ ഹൈ റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടാവും. ഈ ഹൈ റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഈ സ്വീപ്പേഴ്സ് വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് നാളെ മുതൽ ഈ കസേര കയറിയിരിക്കണം. നടക്കൂ? ഇല്ല. ഇത് നമ്മൾ ജനിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ അല്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ജോലികളും കർമ്മങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ ജനിച്ചത് ഒരു ബ്രാഹ്മണ കുലത്തിലായതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പോലെ പൂജ ചെയ്യൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് നിർബന്ധമില്ല. ഞാൻ ചെയ്യുന്നത് ഇപ്പം ചതുർവേദങ്ങളെയും പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചതുർവേദങ്ങളെയും മനസ്സിലാക്കിയിട്ടുള്ളവൻ ആരാണോ അവൻ ബ്രാഹ്മണനാണ്. അങ്ങനെയാണ് അത്. അല്ല, അവിടെ ഒരു കാര്യം, ഇപ്പം പലപ്പോഴും വേദങ്ങൾ എതിർക്കുന്ന ആൾക്കാരുണ്ടായി. അപ്പം ഞാൻ മനസ്സിലാക്കുന്ന അറിവ് നേടിയവൻ ആരോ അവനാണ്. അതായത് നമ്മൾ എല്ലാത്തിനെയും കുറിച്ചും അറിവ് നേടുന്നത് ആരാണോ അവൻ ബ്രാഹ്മണനാകുന്നു എന്നുള്ള കാഴ്ചപ്പാടല്ലേ. ഈ ജനനത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ജനിച്ചപ്പോഴെല്ലാം, അതായത് ജനിച്ചു വീഴുന്നവൻ ശൂദ്രൻ എന്നാണ് പറയുന്നത്. ജനിച്ചു വീഴുന്ന സമയത്തെ ശൂദ്രനാവുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കർമ്മങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ് ബ്രാഹ്മണ്യം എന്നതല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം 4 തരത്തിൽ ബ്രാഹ്മണൻ, വൈശ്യൻ,
ക്ഷത്രിയൻ, ശൂദ്രൻ, ഇങ്ങനെ 4 തരത്തിൽ നമ്മൾ ഈ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് സത്വഗുണം ഏറ്റവും കൂടുതലുള്ളത് അല്ലെങ്കിൽ ഈശ്വര കാര്യങ്ങളുമായിട്ട് സ്പിരിച്വൽ ആയിട്ട് നീങ്ങുന്നവരെയാണ് നമ്മൾ ആ ഒരു വിഭാഗത്തിൽ പെടുത്തുക. ക്ഷത്രിയ വിഭാഗത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കുറച്ചുകൂടി രജോ ഗുണം കൂടുതലായിരിക്കും, പോരാട്ടത്തിന്റെ വീര്യമുള്ള ആളുകളായിരിക്കും. നമ്മുടെ നാട്ടിലെ ആർമിക്കാരില്ലേ, ഈ പറയുന്ന ഫസ്റ്റ് സെക്ഷനിൽ പെടുന്നവരാണ് നമ്മുടെ നാട്ടിലെ പ്രീസ്റ്റുകൾ. സെക്കൻഡ് സെക്ഷനിൽ പെടുന്ന ആളുകളാണ് ഈ പറയുന്ന ആർമിയിൽ ഉള്ള ആളുകൾ, പോലീസ്. അത് എല്ലാ കാലഘട്ടത്തിലും ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു എന്നേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഇതിനൊന്നും നമ്മൾ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ഇതിനെ ആരവിടെ കുറച്ച് കാണുന്നത് ആരും? എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും അഭിമാനവും എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിനെ ഒരിടത്തും എവിടെയും കുറച്ചൊന്നും പറയണമെന്നില്ല. അതിനെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കപ്പെടുക. ഈ പറയണല്ലോ കൃഷ്ണനല്ല നായർ, ഈഴവൻ, ബ്രാഹ്മണൻ, അങ്ങനെയുള്ള ജാതികളൊക്കെ ഇതൊക്കെ വേറെ എവിടെയുണ്ട്? കേരളത്തിലല്ലാണ്ട് ഈ ജാതി വ്യവസ്ഥയൊക്കെ വേറെ എവിടെയുള്ളത്? ഇപ്പം നമ്മൾ പുറത്തോട്ടൊന്നും പോയി കഴിഞ്ഞാൽ, ഞാനൊക്കെ നോർത്തിലൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുള്ള ആളാണ്. അവിടെ നമ്മൾ ഈ പറയണ പോലെ നീ ഈ ജാതിയാണോ, അവിടെ അവർക്ക് എന്ത് ഈഴവൻ, എന്ത് നായർ, എന്ത് ക്രിസ്ത്യാനി, എന്ത് മുസ്ലിം, ഇതൊക്കെ കേരളത്തിലല്ലേ ഈ സാധനങ്ങളൊക്കെ ഉള്ളത്. എന്നിട്ട് ഇവർ തന്നെയാണ് പറയണത് നോർത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര ജാതീയതയാണ്, ജാതീയത ഉണ്ടാക്കി കൃഷ്ണനാണ്. കൃഷ്ണൻ ഇതൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ഇത് നേരത്തെ അദീന പറഞ്ഞതുപോലെ ഒരു ഇപ്പം എന്താ പറയുക, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് കിട്ടുന്ന ബഹുമാനം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥന് കിട്ടണമെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രീതി അനുസരിച്ച് പോലും, ജനാധിപത്യ രീതി അനുസരിച്ച് പോലും ശരിയാവുന്ന ഒരു കാര്യമല്ല. അത് തന്നെയാണ് ഈ ജാതി വ്യവസ്ഥയിലൂടെ ഉന്നയിച്ചിട്ടുള്ളത്. അതായത് ഞാൻ പറയുന്നത് ജാതി വ്യവസ്ഥയല്ല, ഈ പറയുന്ന വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായ ആളുകൾ പോലും അതിനെ വ്യക്തമായ രീതിയിൽ എന്താണ് ഈ നായർ, നമ്പൂതിരി, ഈ പിന്നെ ഈഴവ എന്നൊക്കെയാണ് ജാതി എന്നും, ഈ ജനിക്കുന്നത് കൊണ്ട്, അതായത് ഏതെങ്കിലും ഒരാൾ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ബ്രാഹ്മണനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ചത് കൊണ്ട് മാത്രം ഞാൻ ബ്രാഹ്മണനാവില്ല, ഒരിക്കലും ആവില്ല. നമ്മൾ ഇന്ന ജാതിയിലാണെങ്കിൽ ഇവർ പറയണ പോലെ ഇതിലാണ് നമ്മൾ ജനിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ആവില്ല. നമ്മുടെ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജാതി അല്ലെങ്കിൽ നമ്മുടെ വർണ്ണം ഏതാണെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. പക്ഷെ അത് ഹൈജാക്ക് ചെയ്യപ്പെട്ടില്ലേ? കാരണം പലപ്പോഴായിട്ടും ജനിക്കുന്നത് കൊണ്ടാണ് ജാതി എന്ന ഒരു ഹൈജാക്കിംഗ് അവിടെ നടന്നുകൊണ്ടായിരിക്കുമോ ഇത്രയും പ്രതിഷേധം? ഒന്നാമത്തെ കാര്യം, നമ്മൾ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് ഇതിനെപ്പറ്റി അറിയുന്ന ഒരു ബോധേഡാവാൻ പോകുമ്പോഴതിൻ്റെ വിഷയം, നമ്മൾ ആ വിഷയത്തെ പറ്റി ബോധേഡാവാനേ പോകില്ല. നമ്മൾ ഈ പറയുന്ന പോലെ ന ഹിന്ദു പതിതോ ഭവേതെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ ആദർശത്തിൻ്റെ ഏറ്റവും വലിയ മൂല്യതാണ്. ഞാൻ ഹിന്ദു പതിതോ ഭവത്. ഹിന്ദുക്കളിൽ പതിതരായിട്ട് ആരുമില്ല. ഇപ്പം ഇവർ ഈ പറയണ പോലെ ഇവരേറ്റവും കൂടുതൽ ട്രൈ ചെയ്യുന്നത് ഹിന്ദുയിസത്തിൽ തന്നെ. അതൊരു സംസ്കാരമാണ്, അതൊരിക്കലും ഒരു മതമായിട്ട് അതിനൊരു മതമായിട്ട് കാണില്ല. അതിൻ്റെ ഉള്ളിൽ ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആവശ്യമാണ്. ഈ നാട്ടിലെ ഈഴവരും SC/ST വിഭാഗത്തിൽ പെടുന്നവരും അതിലൊരു ജനറൽ വിഭാഗത്തിൽ പെടുന്നവരും ഈ ജാതിയുടെ പേരിൽ കിടന്ന് എന്നും തമ്മിൽ തല്ലുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കാരണം ഈ ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലാതെ ഈ പറയുന്ന ആളുകളെല്ലാം ഒരുമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു എന്നത് ഒരു മതത്തിനപ്പുറം ഒരു സംസ്കാരമാണ് എന്നുള്ളത് മൊത്തത്തിൽ എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്യും. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസത്തിന് ഇവിടെ വലിയ പ്രസക്തി ഇല്ലാണ്ടാവും. ഈ പറയുന്ന പോലെ അതിനൊരു മതമായിട്ട് കാണാതെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ അങ്ങനെ ഒരു വിവേചനം ഇല്ലാണ്ട് ഈ ഒരു സാധനം കൾച്ചറായിട്ട് തന്നെ അത് മുന്നോട്ട് പോകും. അപ്പം ആ സാധനം ഉണ്ടാവരുതെന്നുള്ളത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ ഏറ്റവും വലിയ ആവശ്യം. അതുകൊണ്ട് എല്ലാ കാലത്തും എന്തെങ്കിലും ഒരു എല്ലും കഷ്ണം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾ താഴ്ന്ന ജാതിയിലുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങളെ ഉയർന്ന ജാതിയിലുള്ളവർ പണ്ട് കാലങ്ങളിൽ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, ഇനി അവരത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവരുടെ ഉള്ളിലേക്ക് വിഷം കുത്തി നിറയ്ക്കുക. ഏതെങ്കിലുമൊക്കെ പ്രത്യേക പാട്ടുകാരെ വെച്ചിട്ടോ ആരെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇവരുടെ ചില അധ്യാപകരെ വെച്ചിട്ടോ ഒക്കെ ഇവരുടെ കയ്യിലെ കളിപ്പാവളാക്കാണ്, അവരതിന് നിന്നു കൊടുക്കുകയാണ്. ഇത് കേട്ട് വിശ്വസിക്കാൻ കുറെ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുള്ളതാണ്. അതിപ്പോൾ ഏതൊരു കാലഘട്ടത്തിലാണെങ്കിലും അത് അങ്ങനെയാണ്. ഇതൊന്നും ശരിയാക്കിയിട്ട് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. സമൂഹം അങ്ങനെയാണ്.
ഇപ്പോൾ ഒരു കാര്യം കൂടെ, അതായത് ആലുവയിലെ തന്ത്രവിദ്യാപീഠത്തിൽ എനിക്ക് തോന്നുന്നു ജാതി ഇല്ലാതെ, അതായത് ജനിച്ച ജാതി ഇല്ലാതെ അങ്ങനത്തെ ഒരു ജാതി നോക്കാതെ എല്ലാവരെയും വേദം പഠിപ്പിച്ച് പൂജ പഠിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണ് ആലുവയിൽ തന്ത്രവിദ്യാപീഠം. അവിടെ പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായി എന്താണ് അമ്പലങ്ങളിൽ പൂജ ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അത്തരം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും ജാതിക്കെതിരെ സംസാരിക്കുമ്പോൾ കേരളത്തിൽ എവിടെയെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ജാതിരഹിതമായി നിങ്ങൾക്ക് പൂജ പഠിക്കാം എന്ന് പറഞ്ഞുകൊണ്ടൊരു സംവിധാനം തുടങ്ങിയത് എൻ്റെ അറിവിലില്ല. പക്ഷെ അത് തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് RSS ആണ്. ആലുവയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് തുടങ്ങി അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം കേരളത്തിൽ ഭരിക്കുന്നത് CPM ആണ്. CPMൻ്റെ കീഴിലുള്ളതാണ് ഈ ദേവസ്വം ബോർഡുകൾ. അവൻ്റെ ചെയർമാൻ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നത്, ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് CPMൻ്റെ നേതാക്കന്മാരാണ്. എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡുകളിൽ ഒന്നും തന്നെ ഇവരുടെ ഈ സ്നേഹം അനുസരിച്ച് ക്ഷേത്രങ്ങളിൽ തന്ത്രി വേണ്ട, തന്ത്രി പാരമ്പര്യമായി വരുന്നതാണ്, പൂജാരി എന്ന നിലയിലേക്ക് ആരെയും നിയമിക്കാത്തത് എന്താ ഈ സ്നേഹം കൊണ്ട് എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. ആ ചോദ്യത്തിന് അധീനയ്ക്ക് തോന്നുന്ന ഉത്തരം എന്താ? അവരത് അങ്ങനെ ചെയ്യുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്നേഹവും ഈ ഇത് പറയണതൊക്കെ കപടതയാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഏതെങ്കിലും ഒരു RSSകാരൻ 24 മണിക്കൂറും ജാതി 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 എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇതിവിടെ ഏറ്റവും കൂടുതൽ പറയണ ഈ ജാതി എന്നുള്ള കൺസെപ്റ്റിനെ തന്നെ ഇവിടെ സംസാരിക്കണത് ഏറ്റവും കൂടുതൽ ഏത് പാർട്ടിക്കാരാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലേ ഈ ജാതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ പറ്റി സംസാരിക്കുന്നത് തന്നെ. നമ്മൾ RSSന്റെ ആളുകൾ അതിനെപ്പറ്റി ബോധയുടെ അല്ല. ഇപ്പൊ നമുക്ക് സേവാഭാരതി ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല സമുദായത്തിൽപ്പെട്ടവർ പല രീതിയിലായിരിക്കും ശേഷക്രിയകൾ ചെയ്യുക. സേവാഭാരതിയുടെ പാലായിലുള്ള യൂണിറ്റ്, അവർ സേവാഭാരതിയുടെ കീഴിൽ തന്നെ, എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് എൻ്റെ അച്ഛൻ്റെ ശേഷക്രിയകൾ ചെയ്തത് സേവാഭാരതിയുടെ ആളുകൾ വന്നിട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവർ ഈ പറയുന്ന പോലെ ഗരുഡ പുരാണം അനുസരിച്ച് ഈ പറയുന്നിടത്ത് പഠിച്ചിട്ട് അതിൽ ബ്രാഹ്മണനെന്നോ അല്ലെങ്കിൽ ശൂദ്രനെന്നോ വൈശ്യനെന്നോ ക്ഷത്രിയനെന്നോ OBC എന്നോ SC/ST എന്നൊന്നുമില്ല. മനുഷ്യനായി പിറന്നവന് ആരാണോ ഈ സാധനം പഠിച്ചത് അവർക്കിതിന് പോവാം, ആ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ രീതിയിലല്ല, എല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് ഒരു മനുഷ്യനെ ഹൈന്ദവാചാര പ്രകാരം ഗരുഡ പുരാണം അനുസരിച്ച് എന്ത് രീതിയിലാണോ ശേഷക്രിയകൾ ചെയ്യേണ്ടത് ആ രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അങ്ങനെ RSSന് ജാതീയത ഉണ്ടെങ്കിൽ RSS എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ജാതീയത വയ്ക്കുന്നില്ല? ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ചു കൊണ്ടുപോകാൻ RSS എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഇതൊരു സംസ്കാരമാണ്, ഇതൊരു മതമല്ല എന്നുള്ളത് വ്യക്തമായിട്ട് RSSന്റെ ആളുകൾക്കറിയാം. ഈ മതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ ഈ മതം എന്ന് പറയുന്നത്. ഹൈന്ദവ വിശ്വാസം അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് അതെങ്ങനെ ഒരു മതമാവണേ? ഏത് ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ സാധനം മുന്നോട്ട് പോകണേ? നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു വ്യക്തിയുടെ ഐഡിയോളജിയുടെ പുറകെയാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പം ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഇസ്ലാമിസം ആണെങ്കിലും എന്താണെങ്കിലും എന്തിസങ്ങളാണെങ്കിലും അതിനെല്ലാം ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യേക അടിസ്ഥാന ഗ്രന്ഥമുണ്ട്. അവര് അനുസരിച്ച് പോരുന്നത് അല്ലെങ്കിൽ ഒരു നേതാവിനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റിനെ പോലുള്ള ഒരാളുടെ ഐഡിയോളജിക്ക്, അദ്ദേഹത്തിന്റെ ഐഡിയോളജിയെ പിന്തുടരുന്ന ആളുകളാണ് ക്രൈസ്തവർ. അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിസം അല്ലേ ഈ നാട്ടിലെ ഏറ്റവും അപകടം പിടിച്ചൊരു മതം? അത് ഒരു പ്രത്യേക ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മാനിഫെസ്റ്റോ, കമ്മ്യൂണിറ്റി മാനിഫെസ്റ്റോ, അതുപോലെ മൂലധനം പോലെയുള്ള ഗ്രന്ഥങ്ങളുണ്ട് അവർക്ക്. ആ ടെക്സ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രത്യേക വ്യക്തികളുടെ പേരെടുത്തു പറയാൻ സാധിക്കുന്ന വ്യക്തികളുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതൊരു മതമല്ലേ? ആ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഒരു മതമല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിന്റെ അവർക്ക് പൂജാവിധികളുണ്ട്, അറിയാവോ? ഈ രക്തസാക്ഷികൾ ഇവനെ സമയത്ത് പൂജ അർപ്പിക്കലുണ്ട്. അവർക്ക് മുമ്പിൽ മന്ത്രത്തിന് പകരം മുദ്രാവാക്യങ്ങളാണ് എന്നുള്ള ശൈലി വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങനെ മതത്തെ പറ്റി പറയാനാണെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഹിന്ദുയിസത്തിന് ഒരു മതമായിട്ട് ഞാൻ ഒരിക്കലും പേഴ്സണലി ഞാൻ അതിനെ ഒരിക്കലും ഒരു മതമായിട്ട് തീർച്ചയായിട്ടും. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ ഹിന്ദുയിസത്തിൽ നമ്മൾ ഈ പാദപൂജയിൽ നിന്നാണ് തുടങ്ങിയത്. ഹിന്ദുയിസത്തിൽ ഒരുപാട് മതങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ശൈവം, അതുപോലെ തന്നെ വൈഷ്ണവം തുടങ്ങി ഒരുപാട് രീതിയിലുള്ള ആരാധനാക്രമങ്ങളുണ്ടായിരുന്നു. ഇപ്പം എന്താണ് ശാക്തേയ സമ്പ്രദായം പോലുള്ള വൈദികം മാത്രമല്ല, വൈദികം, ശാക്തേയം, അതുപോലെ പല തരത്തിലുള്ള, ഇപ്പോൾ മലബാര കർമ്മങ്ങൾ ഉൾപ്പെടെയുള്ള പല വിധത്തിലുള്ള വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളും വ്യത്യസ്തങ്ങളായ മൂർത്തികളുമുള്ള ഒരു രീതിയായിരുന്നു നമ്മുടെ സനാതന പാരമ്പര്യം എന്ന് പറയുന്നത്. അതിനെ ബ്രിട്ടീഷുകാരാണ് ഒറ്റ രീതിയിൽ ഹിന്ദു എന്ന് വിളിച്ചത്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരുപാട് മതങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു വലിയ സംസ്കാരത്തെ ഒറ്റ മതമാക്കി മാറ്റി അതിനുള്ളിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്നതൊരു അടിച്ചേൽപ്പിക്കലായിരുന്നില്ലേ? പലതരം സിവിലൈസേഷൻസ് ഉണ്ട്.
സിന്ധു നദിക്കരയിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ആണ് ഈ ഒരു സംസ്കാരമായിട്ട് പരിണാമപ്പെട്ടു വന്നിട്ടുള്ളത്. പലതരത്തിലുള്ള സിവിലൈസേഷൻസ് ഉണ്ട്. ചൈനീസ്, മെസ്സൊപ്പൊട്ടാമിയൻ, ഈജിപ്ഷ്യൻ പോലുള്ള പല സംസ്കാരങ്ങളുണ്ട്. പക്ഷേ ഈ സംസ്കാരങ്ങളൊന്നും കാലത്തെ അതിജീവിച്ച് മുന്നോട്ട് പോയിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ മാത്രമേ ഉള്ളൂ. ഈ ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഒരു ധർമ്മം മാത്രമേ മുന്നോട്ട് പോയിട്ടുള്ളൂ. അതാണ് സത്യത്തിൽ ഈ സംഭവം എന്ന് പറയുന്നത്. നമുക്ക് എന്തുകൊണ്ട് അഖണ്ഡ ഭാരത സങ്കല്പം ഉള്ളത്? ഈ പറയുന്ന പോലെ കാശ്മീർ മുതൽ തിരുവനന്തപുരം വരെ അല്ലെങ്കിൽ കന്യാകുമാരി വരെ നീണ്ടു കിടക്കുന്നതല്ല ശരിക്കുമുള്ള ഭാരതം. ഇത് മുഴുവനായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അല്ലെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തുള്ള ഒരു സംസ്കാരമാണത്. അതിപ്പോൾ നമ്മൾ എത്ര ദേശങ്ങളുടെ വ്യത്യാസത്തിൽ നമ്മൾ ഇതിനെ പലതരത്തിൽ തിരിക്കാൻ നോക്കിയാലും ജിയോഗ്രഫിക്കലി, കൾച്ചറലി ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇതിലേക്ക് തന്നെയാണ് അവസാനം വരുന്നത്. ഇതിൻ്റെ എല്ലാം ഉത്ഭവം, ഇതിൻ്റെ എല്ലാം തുടക്കവും ഒടുക്കവും ഇതിൽ തന്നെയായിരിക്കും. അതൊരു കൾച്ചർ തന്നെയാണ്. തീർച്ചയായിട്ടും. എന്തായാലും ഇത്തരത്തിൽ ജാതി വ്യവസ്ഥയുടെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാദപൂജയുടെ പേരിൽ, ഗുരുപൂജയുടെ പേരിൽ അതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് വലിയ പുരോഗമനമാണ് ഇവിടെ വേണ്ടത് എന്ന രീതിയിൽ പറയുകയും അതിനെ ഒരു പ്രത്യേക മതവിഭാഗത്തിന് അല്ലെങ്കിൽ സംസ്കാരത്തിനെതിരാക്കി തിരിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ മറുപടി ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. എന്തായാലും ഒരുപാട് നന്ദി.